ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉടൻ തന്നെ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് അത് കറുത്തു പോകാതിരിക്കാനാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് നിറം മാറും. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നീളത്തിൽ വേണം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും വളരെ ഈസിയാണ്. 2-3 സ്റ്റെപ്പ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഓരോന്ന് കട്ട് ചെയ്യുമ്പോഴും നിങ്ങളിത് വെള്ളത്തിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കറുത്തു പോകും. എന്നിട്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ളത് കൂടി കട്ട് ചെയ്യട്ടെ. ഇനി നമുക്കൊരു 5 മിനിറ്റെങ്കിലും ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം ഇതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കളഞ്ഞിട്ട് ഇത് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇത് വീണ്ടും കുറച്ച് തണുത്ത വെള്ളം, ഐസ് വെള്ളമാണിത്, അതിലോട്ട് നമുക്ക് ഇട്ട് വെക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റെങ്കിലും ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം, നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു 2 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. ഒരു 2 മിനിറ്റ്, ഒരുപാട് ടൈം വെക്കരുത്. വെറും 2 മിനിറ്റ് മാത്രമേ ഇത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. ഞാൻ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞിട്ട് എടുത്ത് വച്ചേക്കുവാണ്. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കത്തില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് മുമ്പ് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ചില്ലി പൗഡറും ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈസ് ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ നിറമാകുന്നവരെ ഫ്രൈ ചെയ്യുക, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ഗോൾഡൻ നിറമാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ഫ്രൈ ആയി വരാൻ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.